ആയിഷ റളിയല്ലാഹു തആല അൻഹ ഒരു ദിവസം ഇരുന്ന് കരയാണ്, ദീർഘമായിരുന്ന് കരയുന്നു. അപ്പൊ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ചോദിച്ചു, ആയിഷ എന്തു പറ്റി? അപ്പൊ പറഞ്ഞു, ഞാൻ നരകത്തെ പറ്റി ഓർത്ത് മനസ്സമാധാനം ലഭിക്കുന്നില്ല അള്ളാഹുവിന്റെ റസൂലേ. എൻ്റെ പ്രിയപ്പെട്ട സഹോദരന്മാരെ, സഹോദരിമാരെ, നമ്മൾ ഓർക്കണം, ആരെ പറ്റിയാണ് നമ്മൾ ചർച്ച ചെയ്യുന്നത്? അള്ളാഹുവിന്റെ റസൂലിന്റെ ഏറ്റവും പ്രിയപ്പെട്ട പത്നി. അവർ സ്വർഗത്തിലാണെന്നുള്ള കാര്യത്തിൽ ആർക്കും സംശയമില്ലല്ലോ. അവർ സ്വർഗത്തിലെ പുരുഷന്മാരുടെയും സ്ത്രീകളുടെയും ഒക്കെ ഇടയിൽ ഏറ്റവും സമുന്നതമായ സ്ഥാനത്താണ് എന്ന കാര്യത്തിലും സംശയമില്ല. എന്നിട്ടും അവരൊക്കെ ഇത്രയേറെ അവരുടെ പരലോക ജീവിതത്തെപ്പറ്റി ആശങ്കപ്പെട്ടുവെങ്കിൽ മറ്റുള്ളവരുടെ സ്ഥിതി എന്താണ്? അവർ എത്രമേൽ ആശങ്കപ്പെടണം എന്ന് ആലോചിക്കാൻ ഇത്തരം സംഭവങ്ങൾ നമുക്ക് പ്രേരണയായി തീരണം. നരകശിക്ഷ ഓർത്ത് എനിക്ക് സമാധാനം ലഭിക്കുന്നില്ല. എന്നിട്ട് ചോദിച്ചു, അള്ളാഹുവിന്റെ റസൂലേ, പരലോകത്ത് അങ്ങയുടെ കുടുംബത്തെ അങ്ങ് ഓർക്കുമോ? പരലോകത്തെത്തുമ്പോ അങ്ങ് കുടുംബത്തെ ഓർക്കുമോ? നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ആയിഷ, 3 സ്ഥലത്ത് ആരും ആരെയും ഓർക്കുകയില്ല. ഒന്ന് സിറാത്ത് എന്ന പാലം കടക്കുമ്പോൾ, ഒന്ന് ഗ്രന്ഥം കയ്യിൽ കിട്ടുമ്പോൾ, ഒന്ന് അമലുകൾ തൂക്കുമ്പോൾ. ഗ്രന്ഥം കയ്യിൽ കിട്ടുമ്പോൾ മുൻഭാഗത്ത് വലതു ഭാഗത്തൂടെ ലഭിക്കണോ, ചുമലിന്റെ പിൻഭാഗത്തൂടെ ഇടത് ഭാഗത്തേക്ക് ലഭിക്കണോ? അതിന്റെ ഉത്കണ്ഠ, ആ ഉത്കണ്ഠ എന്താ സംഭവിക്കാൻ പോണത് അറിയില്ല. എന്തും സംഭവിക്കാം, എങ്ങനെയെന്ന് അറിയില്ല. വലത്തെ കയ്യിൽ നേരെ ലഭിക്കണോ? ആ സ്വാസ്ഥ്യം തൂക്കുന്ന നേരത്തെ എന്താ സംഭവിക്കാൻ പോണത്? തുലാസിന്റെ തട്ട് എങ്ങോട്ടാണ് തൂങ്ങാൻ പോണത്? ഇപ്പൊ അറിയും. നമ്മൾ പല യോഗഭാഗ്യവും കാത്തിരിക്കാറുണ്ട്. കുട്ടികൾ പരീക്ഷയുടെ റിസൾട്ടിന് കാത്തിരിക്കാറുണ്ട്. തെരഞ്ഞെടുപ്പിൽ മത്സരിക്കുന്നവർ അതിന്റെ ഫലത്തിന്, അതിലെ പ്രവർത്തകരും കാത്തിരിക്കാറുണ്ട്. പക്ഷേ മനുഷ്യൻ ഏറ്റവും അധികം ഉത്കണ്ഠയോടെ കാത്തിരിക്കുന്ന ഒരു ഫലം, ഒരു പരീക്ഷയുടെ ഫലം, ഒരു പരീക്ഷണത്തിന്റെ ഫലം, അത് പരലോകത്ത് ഈ 2-3 ഘട്ടങ്ങളാണ്. സിറാത്ത് എന്ന പാലം കടക്കുമ്പോൾ അതിന്റെ 2 വശവും മുള്ളുകൾ നിറഞ്ഞു നിൽക്കുകയാണ്. ആ മുള്ളുകളിലേക്കാണ് വീഴാൻ പോകുന്നത്. രക്ഷയില്ലാത്തവൻ, പാലം കടന്ന് പോകാൻ കഴിയാത്തവൻ, അത്തരം സ്ഥലങ്ങളിൽ ആരും ഓർക്കുകയില്ല.